ഹായ് നമസ്കാരം, എല്ലാവർക്കും വെലോക്സ് ലേണിങ്ങിൻ്റെ ഓൺലൈൻ മാത്സ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ 18/4/2026 നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്കായിട്ട് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യണം പറയാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻ എയിൽ കിടക്കുന്ന 48 എന്നാണ്, ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന 54 എന്നാണ്, സിയിൽ 57, ഡിയിൽ കിടക്കുന്നത് 60 എന്നാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ കൂടെ വായിക്കാം. ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ 20% 36 ആണ് അല്ലേ. അപ്പോൾ നമുക്കിതാ ഇവിടെ എഴുതാം. 20% 36 ആയാൽ 30% എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി കേട്ടോ. ഈസിയാണ്, ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്, വലിയ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാമല്ലേ, ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. 20% 36 എങ്കിൽ 20% ഈസ് ഈക്വൽ ടു 36 എങ്കിൽ 30% എക്സ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. എക്സ് ഇൻറ്റു 20 എന്ന് പറയുന്നത് 30 ഇൻറ്റു 36 എന്ന് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 30 ഇൻറ്റു 36 ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 20 നമുക്ക് ഹരിക്കാം. 20 ഹരിച്ചാൽ ഇതാ ഇവിടുത്തെ 0 നമുക്ക് എന്ത് ചെയ്ത് കളയാം, ക്യാൻസൽ ചെയ്ത് കളയാം. 2 36 18 തവണ 18 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ആണ് ആൻസർ കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ 20% 36 ആണെങ്കിൽ 30%ത്തിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 54 ആണ്. അത് ഓപ്ഷൻ ഡിയിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ ബിയിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ആരാണെന്ന് പറയാടാ, 54 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു അല്ലേ, നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, 1 മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ലായിരുന്നേ. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൃത്യങ്ക നിയമത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചത് കൃത്യങ്ക നിയമത്തിലെ ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ, ഒരു ആവറേജ് ലെവൽ എന്ന് പറഞ്ഞാൽ പരീക്ഷ വെച്ച് നോക്കിയാൽ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ, ഈസിയാണ്, ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ 5/1/3 ഇൻറ്റു 125/2/3 5/1/3 ഇൻറ്റു 125/2/3 വില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ 125 5 കണ്ടിട്ട് നിരീക്ഷണ പാഠമാണേ, നന്നായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 125 5ൻ്റെ ടേബിളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 125നെ 5 വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. 5ൻ്റെ ക്യൂബാണ് എന്ന് പറഞ്ഞാൽ 25 തവണ, ഇതാ വീണ്ടും ഒരിക്കൽ കൂടെ 5 ചെയ്താൽ 5 തവണ, വീണ്ടും ഒരിക്കൽ കൂടെ 5 ചെയ്താൽ 1 തവണ അല്ലേ. എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബാണ് ആര് പറയാം, 125. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തെഴുതുമ്പോൾ ഇങ്ങനെ എടുത്തെഴുതാം: 5/1/3 ഇൻറ്റു 5ൻ്റെ ക്യൂബ് റൈസ് ടു 2/3. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിക്കണേണ്ട, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിക്കണേണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് എടുത്തെഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക: 5/1/3 ഇൻറ്റു 5/3 ഇൻറ്റു 2/3 ആണ് കേട്ടോ. ഇതിൽ ഈ 3 നമുക്ക് എന്ത് ചെയ്താൽ ക്യാൻസൽ ചെയ്ത് കളയാം. 3 ഇവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ ബാലൻസ് മിച്ചം നമുക്ക് വരികയത് എങ്ങനെയാണ്, 5/1/3 ഇൻറ്റു 5/2 വേണ്ട. ഓക്കെ, ഇവിടെയാണ് കൃത്യങ്ക നിയമം നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. കൃത്യങ്ക നിയമം എന്താണെന്ന് ചോദിച്ചാൽ a/m ഇൻറ്റു a/n ഇതിൻ്റെ വില എന്ത് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, കണ്ടുപിടിക്കാൻ പോവുകയാണ്. a/m ഇൻറ്റു a/n വില കണ്ടുപിടിക്കുമ്പോൾ 5/1/3 ഇൻറ്റു 5/2 വില എന്ന് പറഞ്ഞാൽ a/m ഇൻറ്റു a/n വില 5/1/3 പ്ലസ് 2 എന്ന് വരെ കേട്ടോ. ഓക്കെ, 5/1/3 പ്ലസ് 2 എന്നാണ് നമുക്ക് അവിടുത്തെ വില എന്ത് ചെയ്യാൻ പറ്റുക, എടുക്കാൻ കഴിയടാ. a/m ഇൻറ്റു a/n വില ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ദറ്റ് ഈസ് ഈക്വൽ ടു a/m പ്ലസ് n ആണ് വില കേട്ടോ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു നിയമം വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ 5/1/3 ഇൻറ്റു 5/2 എന്ന് പറഞ്ഞാൽ 5/1/3 പ്ലസ് 2 എന്നാണ്. അപ്പോൾ 1/3 പ്ലസ് 2 നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ചെയ്യണേ 1/3 പ്ലസ് 2 ചെയ്ത് നോക്കാം. നോക്കടാ, 1/3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ആണ് അല്ലേ, ഫ്രാക്ഷൻ കൂട്ടാൻ വേണ്ടി. ഫ്രാക്ഷൻ കൂട്ടാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 3 6 പ്ലസ് 1 7/3 എന്നാണ് എന്ത് ചെയ്യണം വരണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ 5/7/3 എന്ന് കിട്ടണം. 5/7/3 ഓപ്ഷനിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/7/3 നമുക്ക് ആൻസറിലുണ്ട്. ആൻസറിൽ നമുക്കിപ്പോൾ എന്തെന്ന് ആൻസർ എഴുതാം, ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊരു ചെറിയൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തർക്കമില്ല. പക്ഷേ എങ്കിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉറപ്പായും പഠിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യങ്ക നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഷോർട്ടായിട്ടും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബോർഡ് മാസ് നിയമം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്, പേന പോലും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 4 + 6 ഇൻറ്റു 5 ബ്രാക്കറ്റിനകത്താണ് 4 + 6 മൈനസ്
3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2+8 അല്ലേ, ശരിയല്ലേ? അപ്പം ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, സി 24, ഡി എത്രയാ 23 നടക്കണേ. അപ്പം ബോട്ട് മാസ് നിയമം നമുക്കൊന്ന് എഴുതാം. ബോട്ട് മാസ് BOD, ബോട്ട് മാസ് MAS അല്ലേ. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഓ എന്ന് പറഞ്ഞാൽ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ബ്രേക്കറ്റാണ് ആദ്യം ചെയ്യാറ്. അപ്പോൾ ബ്രേക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നടക്കണേ അല്ലേ? 4+6 ബ്രേക്കറ്റിനകത്ത് ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 2+8 കണ്ട. അപ്പോൾ ബ്രേക്കറ്റിനകത്തുള്ള കാൽക്കുലേഷൻ ആദ്യം ചെയ്യുമ്പോൾ ബ്രേക്കറ്റിനകത്ത് കിടക്കുന്ന കാൽക്കുലേഷൻ 1 4+6, 1 2+8 ആണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ 4 6 കൂടെ കൂട്ടിയ 10, ബ്രേക്കറ്റ് ഒഴിവാക്കി എഴുതാം. 10 ഇൻറ്റു 5 മൈനസ് 3 ഇൻറ്റു 10 വേണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ബോർഡ് മാസ് സമയത്ത് ബ്രാക്കറ്റ് ഓഫൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനാണ്. ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോവാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 5 ഇൻറ്റു 10 50 മൈനസ് 3 ഇൻറ്റു 10 30 50 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. പേന പോലും എടുക്കാതെ ചെയ്യാം, മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയിലെ 20 നമുക്ക് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് കഴിയണ്ട. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷുവർ ഷായിട്ടായിട്ട് ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ, വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിവിടെ കണ്ടേടാ. ഓക്കെ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് പറ, നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രാക്ഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1/2 ഇൻറ്റു 1/2. അപ്പോൾ ആദ്യം 1/2 1/2 കൂടെ ഗുണിക്കുക അല്ലേ. 1/2 ഇൻറ്റു 1/2ൻ്റെ വില എന്താ, ദറ്റ് ഈസ് 1/4 ആണ് അല്ലേ. എങ്ങനെ എഴുതണം, 1/4. അപ്പോൾ അവിടെ എഴുതണേ, റീപ്ലേസ് ചെയ്ത് എഴുതണം 1/4 മൈനസ് അടുത്ത് 1/4 ഇൻറ്റു 1/6. ഫ്രാക്ഷൻസ് ഗുണിക്കുന്ന അറിയാലോ, 1/16 എന്ന് വരും. അപ്പം 1/16 അത് നമുക്ക് അവിടെ എഴുതാം. ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/4. അപ്പോൾ മുകളിൽ കുറയ്ക്കാനുണ്ട്, താഴെ കൂട്ടാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കുറയ്ക്കാടാ. ആദ്യം കുറയ്ക്കാം. 1/4 മൈനസ് 1/16 കുറയ്ക്കാം. 1/4 മൈനസ് 1/16. ഞാൻ ഇവിടെ 2 സംഖ്യയുണ്ട്, പിന്നെ LCM ഒന്നും എടുക്കില്ല. LCM എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പരിപാടി. LCM എടുക്കില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് പോയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ഇൻറ്റു 1 16 മൈനസ് 1 ഇൻറ്റു 4 4 ഡിവൈഡഡ് ബൈ എന്ത് വരും പറ, 16 ഇൻറ്റു 4 അല്ലേ, ശരിയല്ലേ? അപ്പോൾ 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 4 64 ആണ്. അപ്പോൾ മുകളിലത്തെ സംഖ്യ നമുക്ക് കിട്ടി, ദറ്റ് ഈസ് 12/64. ഓക്കെ കിടക്കട്ടെ കേട്ടോ, 12/64 കിടക്കട്ടെ. താഴെ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ സംഖ്യ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സംഖ്യ വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ സംഖ്യ ഇങ്ങനെയാണ് കിടക്കണേ. ഡിനോമിനേറ്റർ കിടക്കണ 1/2 പ്ലസ് 1/4 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു 4 4 പ്ലസ് 1 ഇൻറ്റു 2 2 ഡിവൈഡ് ബൈ 4 2 ഇൻറ്റു 4 എന്ന് വരും അല്ലേ. ദെൻ ആൻസർ താഴെ വരിക 6/8 എന്നാണ് കേട്ടോ. അപ്പോൾ ആ 6/8 കൂടെ നമുക്ക് താഴെ എന്ത് ചെയ്യണം പറ, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ നോക്കിയ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാനാണ് കിടക്കണേ. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും പറ, 12/64 ഇൻറ്റു ചെയ്യും. ഫ്രാക്ഷൻ മൾട്ടിപ്പിൾ തിരിച്ച് എഴുതിയാൽ മതി. 8/6 എന്ന് എഴുതി നമ്മൾ എന്ത് ചെയ്യും പറ, ഇൻറ്റു ചെയ്യും. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 8 64 8 തവണയാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 6 12 2 തവണ. ദെൻ ആൻസർ കിട്ടുക 2/8 എന്നാണ്. 2/8 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ 1ഉം 4 ആണ്. ദെൻ ഫൈനൽ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ, 1/4 എന്ന് എന്ത് ചെയ്യാൻ പറ്റും പറ, എഴുതാൻ കഴിയും. 1/4 ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് പറ, വരേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ഉണ്ട്, ഫ്രാക്ഷൻ ഗുണിക്കാനുണ്ട്, കൂട്ടാനുണ്ട്, ഹരിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും എന്തുണ്ട് പറ, ഈ ക്വസ്റ്റ്യനകത്ത് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ 1/4 ആണ്. ഓപ്ഷനിൽ ഉണ്ടോ നമുക്ക് നോക്കാം. ഉണ്ട്. ഓപ്ഷൻ ബിയിൽ കിടക്കുകയാണ്. ഓപ്ഷൻ ബിയിൽ 1/4 നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യടാ, മാർക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നേരെ നമുക്കിത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റേഷ്യോൻ്റെ പ്രൊപ്പോർഷനിലെ A/B വാല്യൂ വന്നിട്ടുണ്ട്. 2:7 ആയാൽ A/B B/Aയുടെ എന്താണ് പറ, വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ നമുക്കിവിടെ അറിയാം. നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത എയുടെയും ബിയുടെയും വാല്യൂ 2:7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ A/B B/Aയിൽ എന്ത് ചെയ്യാം പറ, മാർക്ക് ചെയ്യാം. അപ്പോൾ A/B B/Aയിൽ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ A2/B 7 B 7/2 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ ഇനി ഇത് ഫ്രാക്ഷനാണ്, ഫ്രാക്ഷനിൽ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിർത്താമേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. 2 ഇൻറ്റു 2 4 7 ഇൻറ്റു 7 49. ഇതാണ് നമ്മൾ ആൻസർ വരിക. 4:49 ഓപ്ഷൻ ബിയിലുണ്ട്, ഓപ്ഷൻ എയിലുണ്ട്. 4:49 ഓപ്ഷൻ എയിൽ കിടക്കുന്നതാണ് നമ്മൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക പറ, മാർക്ക് ചെയ്യാൻ കഴിയുക. 4:49 ആണ് ആൻസർ കേട്ടോ. 4:49
49 നമുക്ക് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പറ എഴുതാൻ കഴിയും. 4:49 നമുക്ക് ടിക്ക് ചെയ്യാം, ഉറപ്പാണ്. കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ മാർക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്താൽ ഉറപ്പായിട്ട് ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അതിനെന്ത് ചെയ്യാം പറ പൂർണ്ണസംഖ്യയാക്കിയ 4:49 ഫൈനൽ ആൻസർ ആയിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കടാ, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? സ്ഥിരം ചോദിക്കുന്ന ശ്രേണി കേട്ടോ. സ്ഥിരം ചോദിക്കുന്ന ശ്രേണി നിങ്ങൾ ഈ ശ്രേണി തന്നെ ഒരു 1000 വട്ടം കണ്ടാണ് കേട്ടോ. 10, 13, 17, 22 ഡാഷ് കണ്ട. ഓക്കെ ആണോ? ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതിയുടെ. 10ഉം 13 3 കൂടി, 13ഉം 17 4 കൂടി, 17, 22 5 കൂടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 22നോടൊപ്പം 6 കൂട്ടി 28 ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓപ്ഷനിലുണ്ടോ എന്നൊക്കെ ഉണ്ട്. ഓപ്ഷൻ സിയിൽ ആൻസർ ഉണ്ട്. ഓപ്ഷൻ സി ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സിയിൽ 28 നമ്മൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് വരേണ്ടത് കേട്ടോ. ഓക്കെ ആയില്ലേ? ക്ലിയർ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഈസി ക്വസ്റ്റ്യൻ, നല്ല ഈസി ക്വസ്റ്റ്യൻ കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. 1, 3, 7, 9 അവസാനിക്കുന്ന സംഖ്യകളാണ് ഒറ്റയാനെ കണ്ടെത്താൻ തരണമെങ്കിൽ ഒരു 90% ക്വസ്റ്റ്യനും ഇതൊരു പ്രൈം നമ്പർ സീരീസ് ആയിരിക്കും കേട്ടോ. അഭാജ്യ സംഖ്യകളായിരിക്കും തരണേ. അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളായിരിക്കും തരണേ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. 1, 3, 7, 9 അവസാനിക്കുന്ന സംഖ്യകളാണ് ഓഡ് ആൻഡ് ഔട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ 90% അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ആവാനാണ് സാധ്യത. ഇവിടെ 11 പ്രൈം നമ്പറാണ് അഭാജ്യ സംഖ്യ, 23 പ്രൈം നമ്പറാണ് അഭാജ്യ സംഖ്യ, 47 പ്രൈം നമ്പറാണ്. എന്നാൽ 63 മാത്രം പ്രൈം നമ്പറല്ല, കോമ്പോസിറ്റ് നമ്പറാണ്, ഹരിക്കാൻ കഴിയുന്ന ഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മൾ ആൻസർ ടിക്കേണ്ടത് ഓപ്ഷൻ ഡി 63 ആയിരിക്കണം. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കിയാൽ ഉറപ്പായി നമുക്ക് ആൻസർ എഴുതാം. 63 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരാനായിട്ട് ഉള്ളത് കേട്ടോ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേ? സ്ഥിരം ക്വസ്റ്റ്യൻ. സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? 7:30 ആകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ മാത്സിൽ ഏതൊരു സമയത്തിലെയും കോണളവ് കണ്ടുപിടിക്കുക ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 60h - 11m/2 ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം കേട്ടോ. 60h - 11m/2. അപ്പോൾ തന്നിരിക്കുന്നതിൽ അവർ എന്ന് പറയുന്നത് 7 മിനിറ്റ് എന്ന് പറയുന്നത് 30 കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. 60h 7 - 11m 30/2 6 7 42 420 - 11 × 33 330/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 90/2. ആംഗിൾ നമുക്ക് 45 ഡിഗ്രി എന്ന് എഴുതാം. 45 ഡിഗ്രിയാണ് ക്ലോക്കിലെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള ഇവിടുത്തെ കോണളവ്. അത് ഓപ്ഷൻ സിയിൽ തന്നെ കടന്നിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ 45 ഡിഗ്രി നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 8 ക്വസ്റ്റ്യൻ ആയി. പ്രശ്നമൊന്നുമില്ലല്ലോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നേ 8 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ സമാന ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സമാന ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യനാണ്. സമാന ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? 8 511 എങ്കിൽ 10 എന്താകും എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, 8 511 തമ്മിലുള്ള ബന്ധം മനസ്സിലാവണമെങ്കിൽ ക്യൂബുകൾ അറിയണം. 1ൻ്റെ ക്യൂബ് 1 ആണ്, 2ൻ്റെ ക്യൂബ് 8 ആണ്, 3ൻ്റെ ക്യൂബ് 27 ആണ്, 4ൻ്റെ ക്യൂബ് 64 ആണ്, 5ൻ്റെ ക്യൂബ് 125 ആണ്, 6ൻ്റെ ക്യൂബ് 216 ആണ്, 7ൻ്റെ ക്യൂബ് 343 ആണ്, 8ൻ്റെ ക്യൂബ് 512 ആണ്, 9ൻ്റെ ക്യൂബ് എത്രയാണ് പറ? 729. 10ൻ്റെ ക്യൂബ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1000 ആണ് കേട്ടോ. എത്രയാണ് പറ? 1000. അപ്പം ക്യൂബാണ് സമാന ബന്ധങ്ങളിൽ തന്നിരിക്കുന്നത് കേട്ടോ. ക്യൂബാണ് തന്നിരിക്കുന്നത്. 1ൻ്റെ ക്യൂബ് 1 8 77 64 125 216. ഈ 8ൻ്റെ ക്യൂബായ 512 1 കുറച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലേഷൻ എങ്ങനെയാണ്? 8ൻ്റെ റിലേഷൻ 8ൻ്റെ ക്യൂബ് -1 എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10ൻ്റെ റിലേഷൻ എന്തായിരിക്കും? 10ൻ്റെ ക്യൂബ് -1 ആണ്. 10ൻ്റെ ക്യൂബ് എത്രയാണ്? 1000 ആണ്. 1000 - 1 ദെൻ ആൻസർ 999 എന്ന് എഴുതാം. 999 ഓപ്ഷനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓപ്ഷൻ ബിയിൽ കിടക്കുകയാണ്. ഓപ്ഷൻ ബിയിലെ 999 നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പറ? എഴുതാനായിട്ട് കഴിയും. മനസ്സിലായി എന്ന് എന്ത് ചെയ്യണം പറ? വിശ്വസിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ക്യൂബ് അറിയാമെങ്കിൽ അത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിട്ട് എന്ത് ചെയ്യും പറ? മാറും കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം.
ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10 ക്വസ്റ്റ്യൻ ആണ് ഇതിലുണ്ടായിരുന്നത്. ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ നല്ലൊരു ക്വസ്റ്റ്യൻ, ശകലമെങ്കിലും കാൽക്കുലേഷൻ ഉള്ളത് ഈ 10ാമത്തെ ക്വസ്റ്റ്യനിലാണ് കേട്ടോ. 100നും 180നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുകയുണ്ട്. അപ്പം 100നും 180നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുക നമുക്കൊന്ന് എന്ത് ചെയ്യണം പറ കണ്ടുപിടിക്കാം. 100നും 180നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 100നും 180നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ വേണം. ഏതൊക്കെയാണ് 100നും 180നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ? അത് 101 ഉണ്ട്, അത് കഴിഞ്ഞാൽ 103 ഉണ്ട്, അത് കഴിഞ്ഞാൽ 105 ഉണ്ട്, എക്സെട്ര അപ് ടു 149 വരെ ഉണ്ട്. ഇതാണ് 100നും 180നും ഇടയ്ക്കുള്ള ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ. കണ്ട, ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇത് സമാന്തര ശ്രേണിയിലായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ സമാന്തര ശ്രേണിയുടെ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനായ n/2 ഇൻറ്റു T1 + Tn എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. n/2 ഇൻറ്റു T1 + Tn എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ച് നമുക്ക് സമ്മ് കണ്ടെത്താനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ പറ്റും കേട്ടോ. എളുപ്പം നമുക്ക് പറ്റും. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്, n/2 ഇൻറ്റു T1 + Tn. Tn എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ നോക്കുക, T1 എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ടേമായ 101 ആണ് കേട്ടോ. Tn എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് ടൈമായ 149 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇനി n ആണ് വേണ്ടത്. n ആകെ പദങ്ങളുടെ എണ്ണമാണ്. ആകെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കൽ ഇക്വേഷൻ ഇതാണ്, Tn - T1/d + 1 ആണ് ആകെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കൽ ഇക്വേഷൻ കേട്ടോ. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കൽ ഇക്വേഷനും പറയണം, ആകെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കൽ ഇക്വേഷനും പറയണം കേട്ടോ. അപ്പോൾ ആകെ പദങ്ങളുടെ എണ്ണം നമുക്ക് ഇവിടെ ഒന്ന് കണ്ടുപിടിച്ചോക്കെ. n-ന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചോക്കെ. n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ Tn ആയ 149 - 101 ഓഡ് നമ്പേഴ്സിൻ്റെ പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ് വരിക? 2 ആണ് വരിക അല്ലേ? ശരിയല്ലേ? 2 ആണ് പൊതുവ്യത്യാസം, 2 ആണ്. പ്ലസ് എന്താണ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 48/2 + 1 ദാറ്റ് ഈസ് 24 + 1 25 നമുക്ക് എന്ത് ചെയ്യും n-ന്റെ വാല്യൂ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ 25 എന്ന് കിട്ടുന്നു, n-ന്റെ വാല്യൂ 25 കിട്ടുന്നു, T1 കിട്ടുന്നു, Tn കിട്ടിയാൽ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 25/2 ഇൻറ്റു T1 + Tn ആണ്. T1 + Tn. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? T1 എത്രയാണ്? T1 എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര എഴുതാം? 101 പ്ലസ് Tn എത്രയാണെന്ന് ചോദിച്ചാൽ 150 149 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ചെയ്താൽ 25/2 ഇൻറ്റു 149 101 കൂടെ കൂട്ടുമ്പോൾ 250 എന്ന് വരും. അപ്പോൾ 250 ഇൻറ്റു 25 6250/2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 3125 ആൻസർ ആയിട്ട് വരും. 3125 ഓപ്ഷനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡിയിലെ 3125 ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം സമാന്തര ശ്രേണിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ചോദിച്ചാൽ, അത് മാത്രം ശകലം കാൽക്കുലേഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ടേംസും കണ്ടുപിടിക്കണം, സമ്മും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് മിനിമം ഒരു 15 മിനിറ്റ് എന്ത് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാംശംസകളും കൂടെ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാനായിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ വെലോക്സ് ലേണിങ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കാഞ്ഞിരംകുളം ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഓഫീസായിട്ട് എന്ത് ചെയ്യണം ബന്ധപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു.